കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ ഫസ്റ്റ് സെമസ്റ്റർ MCA പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ളൊരു സബ്ജക്റ്റാണ് മാത്തമാറ്റിക്കൽ ഫൗണ്ടേഷൻസ് ഫോർ കമ്പ്യൂട്ടിംഗ്. അതിൽ ഫസ്റ്റ് മൊഡ്യൂളാണ് ഞാൻ എടുക്കുന്നത്. അതിൽ നിങ്ങൾക്ക് സെറ്റ്സ് എന്താണ്, അതേപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെറ്റ്സിൻ്റെ ഓപ്പറേഷൻസ്, പിന്നെ റിലേഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ സെറ്റ്സിൻ്റെ ഒരു സെക്ഷനാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് സെറ്റ്സ്, അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പറേഷൻസ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇതിൻ്റെ ഡെയിലി ലൈഫിലുള്ള യൂസേജ് എന്താണെന്ന് അറിയണം. ഇപ്പം നമ്മൾ ഡിഫറൻസിയേഷൻ ആയിക്കോട്ടെ, ഇൻറ്റഗ്രേഷൻ ആയിക്കോട്ടെ, അതേപോലെ ലിസ്റ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ നമുക്ക് ഡെയിലി ലൈഫിൽ എവിടെയൊക്കെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതൊക്കെ എന്തിനു പഠിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പലർക്കും അറിയില്ല. അപ്പോൾ കുറച്ചും കൂടിയും എന്താ പറയുക, ഈസി ആക്കാൻ പറ്റും നമ്മൾ ഈ ഡെയിലി ലൈഫിലുള്ള യൂസേജും കാര്യങ്ങളൊക്കെ പഠിക്കുകയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് എവിടെയൊക്കെയാണ് നമുക്കിത് യൂസ് ചെയ്യുക എന്നുള്ളത് ആദ്യം നോക്കാം. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണ്, ഒരു ലൈബ്രറിയിലാണ് നമ്മൾ പോകുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ അവിടെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതായത് സ്റ്റോറീസിൻ്റെ ഒരു സെക്ഷൻ, പിന്നെ അതേപോലെ ഓട്ടോബയോഗ്രഫിയുടെ ഒരു സെക്ഷൻ, അങ്ങനെ പല പല രീതിയിലായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. നമ്മൾ സ്റ്റോറീസാണ് നോക്കുന്നതെങ്കിൽ നമുക്കത് പോയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും ആ ഒരു സ്റ്റോറീസിൻ്റെ സെക്ഷനിൽ. ഓട്ടോബയോഗ്രഫിയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ആ ഒരു സെക്ഷനിൽ മാത്രം പോയാൽ മതി. നമുക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഈ രീതിക്കാണ് ഇരിക്കുന്നതെങ്കിൽ, അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സെറ്റ്സ് ആക്കി വെക്കുന്നതുകൊണ്ടുള്ള ഗുണം അതാണ്. അവിടെ നമുക്ക് സെറ്റ് യൂസ് ചെയ്യാം. പിന്നെ അതേപോലെ ഒരു ഗ്രോസറി ഷോപ്പിൽ പോവുകയാണ്, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മളൊരു സെറ്റ് ഓഫ് ഐറ്റംസിൻ്റെ ലിസ്റ്റ് നമ്മൾ ആദ്യം റെഡിയാക്കും, അല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താണ്, നമുക്ക് ഏതൊക്കെ വാങ്ങിക്കണം അല്ലെങ്കിൽ ഏതൊക്കെ അവോയ്ഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരു സെറ്റാക്കി വെക്കുന്നതിൻ്റെ ഗുണം അതാണ്. പിന്നെ അതേപോലെ റിപ്പീറ്റേഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇങ്ങനെ എഴുതി വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ, ഒരു സെറ്റ് തയ്യാറാക്കുമ്പോഴുള്ള ഗുണം അതൊക്കെയാണ്. അപ്പോൾ ഈ രീതിക്കൊക്കെയാണ് നമ്മുടെ സെറ്റ്സിനെ കൊണ്ടുള്ള ഒരു ഡെയിലി ലൈഫിലുള്ള യൂസേജ്. അപ്പോൾ നമുക്ക് എന്താണ് സെറ്റ്, അതേപോലെ അതിൻ്റെ ഓപ്പറേഷൻസ്, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് കാര്യങ്ങളൊക്കെ നോക്കാം. നിങ്ങൾ ഡിഗ്രിക്കും അതേപോലെ +2 മുതൽ നിങ്ങൾ പഠിച്ചിട്ട് വരുന്ന കാര്യങ്ങളാണ് സെറ്റ്സൊക്കെ എന്താണെന്നുള്ളതൊക്കെ. അതേപോലെ ബേസിക് ആയിട്ടുള്ള വളരെ ചെറിയ ചെറിയ പോർഷൻസ് മാത്രമാണ് നമുക്ക് ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ സെറ്റ്സ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ്. പിന്നെ അതേപോലെ അൺഓർഡേർഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ്. നിങ്ങൾക്ക് ഒബ്ജക്ട്സിനെ നല്ല രീതിക്ക് വെൽ ഡിഫൈൻഡ് ആയിട്ട് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കളക്ട് ചെയ്ത് വെക്കുന്ന ഒരു രീതിക്കാണ് നമ്മളെന്ത് പറയുക, സെറ്റ്സ് എന്ന് പറയുക. പിന്നെ അതേപോലെ ഓർഡർ ഉണ്ടായിരിക്കില്ല, അൺഓർഡേർഡ് ആണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെറ്റ് ഓഫ് ഫസ്റ്റ് 5 ഇൻറ്റീജേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും, നെഗറ്റീവ് ഇൻഫിനിറ്റി തൊട്ട് പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ വരുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഫസ്റ്റ് 5 പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആട്ടോ. അങ്ങനെ വരുമ്പോൾ നമുക്ക് A = സെറ്റ് ഓഫ് ഓൾ 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സെറ്റിനെ ഈ രീതിക്കാണ് എന്ത് ചെയ്യുക, ഡിഫൈൻ ചെയ്യുക, അല്ലെങ്കിൽ ഈ രീതിക്കാണ് നമുക്ക് എഴുതാൻ പറ്റുക. അതായത് കേളി ബ്രേസിൻ്റെ ഉള്ളിൽ കോമട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്ന രീതി, ഇങ്ങനെയാണ് നമ്മൾ സെറ്റിനെ എഴുതാം. പിന്നെ അതേപോലെ നമുക്ക് ഈ രീതിക്കും എഴുതാൻ വേണ്ടി പറ്റും. അതായത് ഇതൊരു നൊട്ടേഷനാണ്, മാത്തമാറ്റിക്കൽ നൊട്ടേഷൻ. ഈ രീതിക്കാണ് നമ്മൾ എഴുതുക. അതായത് A = സെറ്റ് ഓഫ് ഓൾ x such that x is an integer and 1 < x < 5. അപ്പോൾ ഇവിടെ ഈ ഒരു കാണുന്ന ഒരു ലൈൻ ഉണ്ടല്ലോ, ഇത് നമുക്ക് സച്ച് ദാറ്റ് എന്നാണ് പറയാം. നിങ്ങൾ കോളൻ യൂസ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടായിരിക്കുക. അതായത് x കഴിഞ്ഞ് ഒരു കോളൻ ഇട്ട് പിന്നെ x is an integer, ആ രീതിക്കായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഓരോ ടെക്സ്റ്റിലും ഓരോ പോലെയാണ്. ഞാൻ റെഫർ ചെയ്ത ടെക്സ്റ്റിൽ ഈ രീതിക്ക് കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത്. നിങ്ങളിപ്പോൾ എന്താ പറയുക, കോളൻ ഇട്ടിട്ടുള്ള രീതിയാണ് പഠിച്ചിട്ടുള്ളതെങ്കിൽ അങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ A = സെറ്റ് ഓഫ് ഓൾ x such that x is an integer and 1 < x < 5. 1ഉം അതേപോലെ 5ഉം ഇൻക്ലൂഡ് ചെയ്യുന്ന എലമെൻറ്റ്സ് 1 2 3 4 5 എന്ന് വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെറ്റിനെ എന്താ പറയുക, ഡിഫൈൻ ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ എഴുതാം. ഇനി അടുത്തൊരു എക്സാമ്പിൾ നോക്കൂ. സെറ്റ് ഓഫ് വോവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ഏതൊക്കെയാണ് വരുന്നത്, A E I O U. അപ്പോൾ ഒരു സെറ്റ് നമ്മളൊരു പേര് കൊടുത്തു B, ഇവിടെ നമ്മൾ A എന്നാണ് കൊടുത്തത്. പിന്നെ അതിലൊരു കാര്യം പറയാൻ മറന്നുപോയി, ഇവിടെ നമുക്ക് ഓർഡർ ഇല്ല, അൺഓർഡേർഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണെന്ന് പറഞ്ഞല്ലോ. ഇവിടെ നമുക്ക് 1 2 3 4 5 എന്ന് പറഞ്ഞിട്ടുള്ളത് അതേപോലെ എഴുതണമെന്നില്ല. 5 ഫസ്റ്റും പിന്നെ 2 3 4 ആ രീതിക്കൊക്കെ നമുക്ക് എഴുതാം, എങ്ങനെ വേണമെങ്കിലും എഴുതാം. ഓർഡർ ഇല്ല, അൺഓർഡേർഡ് ആണ് കേട്ടോ. അതേപോലെ വവൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിലും A I O U ഈ രീതിക്ക് തന്നെ എഴുതണമെന്നില്ല. നിങ്ങൾക്ക് U ഫസ്റ്റോ I സെക്കൻഡോ ഏത് രീതിക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം, ഓർഡർ ഇല്ല. പിന്നെ നമുക്കിതിനെ മാത്തമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്ന നൊട്ടേഷനാണ് ഇങ്ങനെ. B = x such that x is a vowel in English alphabets. ഈ രീതിക്ക് നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ നോക്കൂ, ഈ സെറ്റിനെ യൂഷ്വലി നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ്, ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ് സെറ്റ്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുക, ഡിനോട്ട് ചെയ്യുക. അതുകൊണ്ടാണ് അവിടെ A B എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുത്തിരിക്കുന്നത്. ഇനി അതിനുള്ളിലുള്ള എലമെൻസിനെ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റേഴ്സ് വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ A I O U ഒക്കെ നമ്മൾ സ്മോൾ ലെറ്ററിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു പോയിൻ്റൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കൂ കേട്ടോ. പിന്നെ നമുക്ക് 3 വേസിലാണ് സെറ്റ്സിനെ
എന്ത് ചെയ്യാൻ പറ്റുക, റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റാം. അതിൽ ഫസ്റ്റത്തെയാണ് റോസ്റ്റർ അല്ലെങ്കിൽ ടാബുലർ ഫോം എന്ന് പറയും. പിന്നെ അടുത്ത് സെറ്റ് ബിൽഡർ നൊട്ടേഷനാണ്. പിന്നെ പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ഫോമാണ്. ഈ 3 രീതിക്കാണ് ചെയ്യുക. അപ്പോൾ നോക്കൂ, ഇതിൽ ഫസ്റ്റ് കാണുന്ന ആ രീതി എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ഫോമാണ്. അതായത് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുന്ന കാര്യത്തിനാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ഫോം എന്ന് പറയാം. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് ഈ രീതിക്ക് നമ്മൾ സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ രീതിക്കായിരിക്കും ചെയ്യാം. അതായത് ഇങ്ങനെ കേളി ബ്രേസിൻ്റെ ഉള്ളിൽ കോമട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന രീതി. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് റോസ്റ്റർ ഒരു ടാബുലർ ഫോം. ഈ രീതിക്ക് എഴുതുന്നതിന് റോസ്റ്റർ ഒരു ടാബുലർ ഫോം എന്ന് പറയും. ഇനി ഈ രീതിക്കായി മാത്തമാറ്റിക്കൽ നൊട്ടേഷൻ്റെ രീതിക്കാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ സെറ്റ് ബിൽഡർ നൊട്ടേഷൻ എന്നാണ് പറയാം. ഫസ്റ്റ് പറയുന്നതിന് ഡിസ്ക്രിപ്റ്റീവ് ഫോം എന്ന് പറയും. ഈ രീതിക്ക് എഴുതുന്നതിന് റോസ്റ്റർ ഒരു ടാബുലർ ഫോം എന്ന് പറയും. ഈ രീതിക്ക് എഴുതുന്നതിന് എന്ത് പറയും, സെറ്റ് ബിൽഡർ നൊട്ടേഷൻ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡിഫറെൻറ്റ് വേയ്സിൽ സെറ്റ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ സെറ്റ് എന്താണെന്ന് പഠിച്ചു, അതേപോലെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് പഠിച്ചു. ഇപ്പോൾ ഒരു എക്സാമ്പിളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കൊന്ന് സ്വയം എഴുതി നോക്കൂ, അപ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. പിന്നെ നമുക്ക് സെറ്റിനെ ഡിനോട്ട് ചെയ്യുക ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ടാണ്, ഉള്ളിലുള്ള എലമെൻറ്റ്സിനെ സ്മോൾ ലെറ്റർ വെച്ചിട്ടുമാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. അടുത്ത ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെറ്റ്സ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെറ്റ്സ് വരുന്നത്? എം ടി സെറ്റ്, സിംഗിൾട്ടൺ സെറ്റ്, ഫൈനൈറ്റ് സെറ്റ്, ഇൻഫൈനൈറ്റ് സെറ്റ്, അങ്ങനെ ഒരുപാട് സെറ്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നതാണ് എം ടി സെറ്റ്. എം ടി സെറ്റിനെ നമുക്ക് നൾ സെറ്റ് അല്ലെങ്കിൽ വോയിഡ് സെറ്റ് ഈ രീതിക്കൊക്കെ നമുക്ക് പറയാം. എം ടി സെറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ എന്താ, അതിന് പ്രത്യേകിച്ച് ഒരു എലമെൻറ്റും ഉണ്ടായിരിക്കില്ല. എ സെറ്റ് വിച്ച് കണ്ടെയ്ൻസ് നോ എലമെൻറ്റ് അറ്റ് ഓൾ. അപ്പോൾ അതിന് വേണം നമ്മൾ എന്ത് പറയാം, എം ടി സെറ്റ് എന്ന് പറയാം. അതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് ഒന്നില്ലെങ്കിൽ ഫൈ എന്ന് യൂസ് ചെയ്യും, അല്ലെങ്കിൽ ജസ്റ്റ് കേളി ബ്രേസിൻ്റെ ഉള്ളിൽ ഒന്നും എഴുതാതെ ഒരു എലമെൻറ്റും എഴുതാതെ ഇരിക്കും, ജസ്റ്റ് കേളി ബ്രേസ് മാത്രമായിട്ട് കൊടുക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എം ടി സെറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുക കേട്ടോ. ഒരു എലമെൻറ്റും അതിലുണ്ടായിരിക്കില്ല, അതുകൊണ്ട് അതിന് നൾ സെറ്റ് അല്ലെങ്കിൽ വോയിഡ് സെറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ അതിന് എം ടി സെറ്റ് എന്ന് പറയും. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കും, എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് ഇസ് ദാറ്റ് എക്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 ആൻഡ് എക്സ് ഈസ് ഓഡ്. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുന്ന എലമെൻറ്റ്സ് വേണം നമുക്ക് കേളി ബ്രേസിൻ്റെ ഉള്ളിൽ കോമട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട്. അതായത് എക്സ് എന്ന് പറയുന്നത് 4ൻ്റെ മൾട്ടിപ്പിൾ ആവും വേണം, എക്സ് എന്ന് പറയുന്നത് ഓഡ് ആവും വേണം. അപ്പോൾ ഫസ്റ്റ് 4ൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്, 4 ഉണ്ട്, 8 ഉണ്ട്, 12 ഉണ്ട്, 16 ഉണ്ട്, അങ്ങനെ പോകും. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഇതിലുള്ള എലമെൻറ്റ്സ് ഒന്നും ഓഡല്ല, ഈവൺ നമ്പേഴ്സാണ് അല്ലേ. എക്സ് ഓഡ് ആവുകയും വേണം. അപ്പോൾ എക്സ് ഒന്നും ഓഡല്ല, എക്സ് ഒക്കെ ഈവൺ നമ്പേഴ്സാണ്. ഏതൊക്കെയാണ്, 4, 8, 12, 16 എന്ന് പറയുന്നതൊക്കെ എന്താ ഈവൺ നമ്പേഴ്സാണ്, എക്സ് ഒന്നും ഓഡല്ല. അപ്പോൾ നമുക്ക് എന്താണ് സെറ്റിൻ്റെ ഉള്ളിൽ ഒന്നും എഴുതാനില്ല, അതൊരു എം ടി സെറ്റാണെന്ന് പറയാം, അല്ലെങ്കിൽ നമുക്കതിനെ ഫൈ എന്ന് പറയാം. അപ്പോൾ ഇത്തരത്തിൽ എഴുതുന്നതിനെയാണ് എം ടി സെറ്റ് അല്ലെങ്കിൽ ഫൈ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഈ രീതിക്കാണ് നമ്മളതിനെ ഡിനോട്ട് ചെയ്യുക. അടുത്തതാണ് സിംഗിൾട്ടൺ സെറ്റ്. സിംഗിൾട്ടൺ സെറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, അതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും എന്താ, ഒരൊറ്റ എലമെൻറ്റ് മാത്രമാണ് ആ സെറ്റിനുള്ളിൽ കണ്ടെയ്ൻ ചെയ്യുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ളതിനെ എന്ത് പറയും, സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയും. ഒരു എക്സാമ്പിൾ നോക്കും, എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ ഹോൾ നമ്പർ ആൻഡ് എക്സ് ലെസ് ദാൻ 1. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആവുന്ന എലമെൻറ്റ്സ് ആണ് നമ്മുടെ സെറ്റിനുള്ളിൽ ഉണ്ടാവാൻ പാടുള്ളൂ. എക്സ് എന്ന് പറയുന്നത് ഹോൾ നമ്പർ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് ഹോൾ നമ്പേഴ്സ്, 0, 1, 2, 3 എക്സെട്ര പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ വരും. പിന്നെ എന്താണ് നമ്മുടെ കണ്ടീഷൻ, എക്സ് ലെസ് ദാൻ 1, 1നേക്കാൾ ചെറുതാവണം. ഇതിൽ 1 ഇൻക്ലൂഡഡ് അല്ല, കാരണം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുണ്ടായിരുന്നെങ്കിൽ 1നെയും കൂടി ഇൻക്ലൂഡഡ് ആയിരുന്നു. ഇവിടെ 1 ഇൻക്ലൂഡ് ചെയ്യുന്നില്ല നമ്മുടെ എലമെൻറ്റ്സിൻ്റെ ലിസ്റ്റിൽ കേട്ടോ. അപ്പോൾ എന്താണ് നമ്മുടെ എലമെൻറ്റ്സ് വരിക, ഹോൾ നമ്പർ ആയിരിക്കും വേണം, എന്നാൽ 1നേക്കാൾ ചെറുതാവും വേണം. ഇവിടെ ഏതൊരു എലമെൻറ്റ് മാത്രം അങ്ങനെയുള്ളത്, 0 മാത്രമാണ് അങ്ങനെ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ സെറ്റിനുള്ളിൽ എ ഈക്വൽ ടു കേളി ബ്രേസിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കാൻ പറ്റും, 0 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റും. ഒരൊറ്റ എലമെൻറ്റ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ അതിനെ സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയണം. ഇനി അല്ലെങ്കിൽ ഈ രീതിക്കായിരിക്കും വരിക, ഇപ്പോൾ എസ് ഈക്വൽ ടു കേളി ബ്രേസിനുള്ളിൽ 1 അല്ലെങ്കിൽ 2 ഏതെങ്കിലും ഒരു എലമെൻറ്റ് മാത്രം വരികയാണെങ്കിൽ അതിനെ സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയും. ഒറ്റ എലമെൻറ്റ് മാത്രമേ അതിലുണ്ടായിരിക്കുള്ളൂ. ഇനി അടുത്തതാണ് ഫൈനൈറ്റ് സെറ്റ്. എന്താണ് ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുമ്പോൾ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് മാത്രമായിരിക്കും സെറ്റിൻ്റെ ഉള്ളിൽ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടാവുക. പിന്നെ അതേപോലെ കൗണ്ടബിൾ ആണ്, നമുക്ക് എണ്ണി തിട്ടപ്പെടുത്തി എടുക്കാനായിട്ട് പറ്റും അത്തരത്തിലുള്ള എലമെൻറ്റ്സിനെ. അപ്പോൾ അതിനെയാണ് ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയാം. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കൂ, സെറ്റ് ഓഫ് ഓൾ കളേഴ്സ് ഇൻ എ റെയിൻബോയിലുള്ള കളേഴ്സാണ് പറയുന്നത്. അപ്പോൾ ഏത് വിബ്ജിയോർ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൽ ഫസ്റ്റ് ലെറ്റർ മാത്രമേ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ കോമട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് അതിനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്താണ്, നമുക്ക് എണ്ണി തിട്ടപ്പെടുത്തി എടുക്കാൻ പറ്റും, കൗണ്ടബിൾ ആണിത്. അപ്പോൾ ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് മാത്രമേ ഇതിലുള്ളൂ. അത്തരത്തിലുള്ളതിനെയാണ് ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയാം. ഇനി വേറൊന്ന് വരുന്നത് ഇൻഫൈനൈറ്റ് സെറ്റാണ്, അതായത് കൗണ്ടബിൾ അല്ല. ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക, കൗണ്ടബിൾ അല്ല, നോട്ട് കൗണ്ടബിൾ ആണ്. അത്തരത്തിലുള്ള നമ്മൾ എന്ത് പറയും, ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയും. അതായത് സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ് എന്ന് പറയുമ്പോൾ, സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ, ഇൻഫൈനൈറ്റ് ആണ്, -ഇൻഫിനിറ്റി തൊട്ട് +ഇൻഫിനിറ്റി വരെ വരും. ഇത് ഞാൻ സെറ്റിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടില്ല, നിങ്ങൾ ആ രീതിക്ക് എഴുതണം കേട്ടോ നോട്ടിൽ എഴുതുമ്പോൾ.
അപ്പോൾ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ -∞ തൊട്ട് +∞ വരെ വരും അതിലുള്ള എലമെൻറ്റ്സ്. നമുക്കത് കൗണ്ടബിൾ അല്ല, നോട്ട് കൗണ്ടബിൾ ആണ്. മറിച്ച് ഇവിടെയാണെങ്കിൽ എന്താ നമുക്ക് എഴുതിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ കൗണ്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള നമ്മൾ എന്ത് പറയും, കൗണ്ടബിൾ ആണെന്ന് പറയും കേട്ടോ, അല്ലെങ്കിൽ ഫൈനൈറ്റ് സെറ്റ് ആണെന്ന് പറയും. ഇനി അടുത്തതാണ് സബ്സെറ്റ്. സബ്സെറ്റ് എന്ന് പറയുകയാണെങ്കിൽ എന്താ, A is said to be subset of B if every element which belongs to A also belongs to B. അതായത് ബിയുടെ സബ്സെറ്റാണ് എ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എയിലുള്ള എല്ലാ എലമെൻറ്റും എന്തുണ്ടായിരിക്കണം, ബിയിലുണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള എന്ത് പറയും, നമ്മൾ സബ്സെറ്റ് എന്ന് പറയും. ഒരു എക്സാമ്പിൾ നോക്കൂ, എ ഈക്വൽ ടു സെറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ 1 2 3 എഴുതിയിട്ടുണ്ട്, ബി നമ്മൾ സെറ്റിൻ്റെ ഉള്ളിൽ 1 2 3 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റും. എ സബ്സെറ്റ് ഓഫ് ബി, അതായത് ബിയുടെ സബ്സെറ്റാണ് എ എന്നുള്ള രീതിക്ക് നമുക്കിതിന് കൊടുക്കാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ സബ്സെറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഇനി നോക്കൂ, നിങ്ങൾ ഇങ്ങനെയും കണ്ടിട്ടാവും സബ്സെറ്റ് എഴുതുന്നത് അല്ലേ. അതായത് ഡിയിൽ എലമെൻറ്റ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്, എന്നാൽ ആ എലമെൻറ്റ് സിയിൽ കണ്ടെയ്ൻ ചെയ്യുന്നില്ല. അപ്പോൾ അത്തരത്തിൽ ഞാൻ എന്ത് പറയും, ഡിയുടെ പ്രോപ്പർ സബ്സെറ്റാണ് സി എന്ന് പറയാൻ പറ്റും. എക്സാമ്പിൾ നോക്കൂ, സി എന്ന് പറയുന്നത് 1 2 3 ആണ്, ഡിയിൽ 1 2 3 4 ഉണ്ട്. അപ്പോൾ ഇതെന്താണ്, സബ്സെറ്റാണ്. ഇതിന് നമ്മൾ പ്രോപ്പർ സബ്സെറ്റ് എന്നാണ് പറയുക. അതായത് ഡിയിൽ ഒരു എലമെൻറ്റ് ഉണ്ട്, ആ എലമെൻറ്റ് സിയിലില്ല, പക്ഷേ സിയിലുള്ള എല്ലാ എലമെൻറ്റും എന്തുണ്ട്, ഡിയിലുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഡിയുടെ പ്രോപ്പർ സബ്സെറ്റാണ് സി എന്നുള്ള രീതിക്ക് പറയാൻ പറ്റും. പൊതുവേ നമ്മൾ സബ്സെറ്റിനെ ഈ രീതിക്കാണ് ഡിനോട്ട് ചെയ്യാറ്. ഇങ്ങനെ ഡിനോട്ട് ചെയ്യും, ഈ രീതിക്കും ഡിനോട്ട് ചെയ്യും. നിങ്ങളത് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കിയാൽ മതി. ഈ ഇങ്ങനെ കാണിക്കുന്നത് പ്രോപ്പർ സബ്സെറ്റ് ആണെന്നും ഇങ്ങനെ കാണിക്കുന്നത് സബ്സെറ്റ് ആണെന്നുള്ള കാര്യം നിങ്ങളൊന്ന് എന്താ പറയുക മനസ്സിലാക്കിയാൽ മതി. അതിങ്ങനെ എന്താ പറയുക, ഈ ഒരു ഇത് എഴുതുമ്പോൾ പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറയണമെന്നില്ല, നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ചെറിയൊരു കാര്യമാണ് കാർഡിനാലിറ്റി അല്ലെങ്കിൽ നമ്മളെന്ത് പറയും, സൈസ് എന്ന് പറയും. ഇപ്പോൾ എ ഈക്വൽ ടു 1 2 3 എന്ന് പറഞ്ഞുള്ളൊരു സെറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എയുടെ സൈസ് എന്താണ്, അല്ലെങ്കിൽ എയുടെ കാർഡിനാലിറ്റി എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള എലമെൻസിൻ്റെ എണ്ണാണ്. അപ്പോൾ ഇതിൽ എത്രയാണ് വരുന്നത്, 3 ആണ് വരുന്നത്. ആകെ 3 എലമെൻറ്റ്സ് ആണുള്ളത്. അതുകൊണ്ട് നമ്മുടെ കാർഡിനാലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് 3 ആണ്, അല്ലെങ്കിൽ സൈസ് ഓഫ് എ എന്ന് പറയുന്നത് 3 ആണ്. അതിന് നമ്മൾ ഈ രീതിക്കാണ് നൊട്ടേറ്റ് ചെയ്യുക, ഇങ്ങനെ കേട്ടോ. ഇനി ഈ നോട്ടൊന്ന് ജസ്റ്റ് എഴുതി വെച്ചോളൂ കേട്ടോ. ജസ്റ്റ് നോട്ട് മാത്രമാണ്, ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി. അത് അത്ര കാര്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കൂ, എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഇനി അടുത്താണ് ഈക്വൽ സെറ്റ്സ്. ഈക്വൽ സെറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താ, ബി സബ്സെറ്റ് ഓഫ് സി ആൻഡ് സി സബ്സെറ്റ് ഓഫ് ബി ഇംപ്ലൈസ് ദാറ്റ് ബി ഈക്വൽ ടു സി. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു എക്സാമ്പിൾ ഇല്ലേ, ഇവിടെ നോക്കൂ, എ ഈക്വൽ ടു 1 2 3, ബി ഈക്വൽ ടു 1 2 3. അപ്പോൾ ഇതെന്താണ്, എ സബ്സെറ്റ് ഓഫ് ബി ആണ്, അതേപോലെ ബി സബ്സെറ്റ് ഓഫ് എയും ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, എയും ബിയും ഈക്വൽ ആണെന്ന് പറയാൻ പറ്റും. ഇത്തരത്തിലുള്ളതിനെ നമ്മൾ എന്ത് പറയും, ഈക്വൽ സെറ്റ്സ് എന്ന് പറയും. ഓക്കെ. പിന്നെ അടുത്തതാണ് യൂണിവേഴ്സൽ സെറ്റ് അല്ലെങ്കിൽ യൂണിവേഴ്സ് ഓഫ് ഡിസ്കോഴ്സ് എന്നൊക്കെ പറയും. അതായത് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ബീയിങ് ഡിസ്കസ്ഡ് ഇൻ എ സ്പെസിഫിക് ഡിസ്കോഴ്സ്. കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സിനെ പറയുന്നതാണ്. ഇപ്പോൾ നമ്മൾ യു എന്നാട്ടോ അതിനെ ഡിനോട്ട് ചെയ്യാം. ക്യാപിറ്റൽ ലെറ്റർ യു ആണ്. ഇത് നമ്മുടെ ടെക്സ്റ്റിലുള്ള നൊട്ടേഷൻ ഈ രീതിക്ക് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഡിനോട്ട് ചെയ്തെന്ന് മാത്രം. നിങ്ങൾക്ക് ക്യാപിറ്റൽ ലെറ്റർ യു ആയിട്ട് കൊടുക്കാം, കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഉള്ളതാണ് എൻ്റെ യൂണിവേഴ്സൽ സെറ്റ് എന്ന് വിചാരിക്കും. എന്നിട്ട് അതിന് താഴെ ഞാൻ എ ഈക്വൽ ടു 1 2 3, ബി ഈക്വൽ ടു 4 5 6 ഇങ്ങനെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ, ആ യൂണിവേഴ്സൽ സെറ്റിൻ്റെ സബ്സെറ്റാണ് എയും ബിയും എന്ന് പറയാൻ പറ്റും. അതായത് എ സബ്സെറ്റ് ഓഫ് യു പിന്നെ ബി സബ്സെറ്റ് ഓഫ് യു എന്ന രീതിക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഈ രീതിക്കും യൂണിവേഴ്സൽ സെറ്റിനെ എഴുതാൻ പറ്റും. കണ്ടോ, നമ്മുടെ വലിയൊരു സെറ്റിൻ്റെ ഉള്ളിൽ ചെറിയ ഒരുപാട് സെറ്റ്സ് വരും. ഇങ്ങനെ നമുക്ക് യൂണിവേഴ്സൽ സെറ്റിനെ ഡിനോട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കുറച്ചുകൂടി എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലാക്കാം കേട്ടോ. പിന്നെ ഇത് അതിന് നോട്ടാണ്, ഇത് നോക്കി നോക്കൂ കേട്ടോ. അതായത് യൂണിവേഴ്സൽ സെറ്റിൻ്റെ സബ്സെറ്റാണ് എ ബി സി എന്നുള്ളതുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിക്കൊക്കെ പറയാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. പിന്നെ അടുത്ത് വരുന്നതാണ് പവർ സെറ്റ്. പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പി ഓഫ് എ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പവർ സെറ്റിനെ സൂചിപ്പിക്കുക. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ് ഓഫ് എ, സബ്സെറ്റുകളുടെ സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പവർ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമോ നോക്കി നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ സെറ്റ് ഈക്വൽ ടു 2 raised to നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ സെറ്റ്. അതായത് എന്താ, ഒരു സെറ്റിലുള്ള സബ്സെറ്റുകളുടെ ടോട്ടൽ നമ്പർ
മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 2 നമ്പർ ഓഫ് എലമെൻറ്റ്സ്, എത്ര എലമെൻറ്റ്സ് ഉണ്ടോ ആ ഒരു സെറ്റിൽ അത്രയാണ് 2 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കി നോക്കൂ. A = 1 2 3 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പവർ സെറ്റ് എത്രയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ 2 അതായത് എത്ര സബ്സെറ്റ് ഉണ്ട് ഈ ഒരു സെറ്റിന് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. 2 = 8. ഏതൊക്കെയാണ് ആ ഒരു സബ്സെറ്റ് എന്നുള്ളത് ഒന്ന് എഴുതി നോക്കൂ. ഇതൊക്കെയാണ് അതിൻ്റെ സബ്സെറ്റ്. അതായത് A = 1 2 3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റിൻ്റെ സബ്സെറ്റാണ് ഇത്രയും. അതായത് ഇതിൽ 8 എണ്ണം ഉണ്ട്. 8 എന്താ പറയുക സബ്സെറ്റ് ഉണ്ട് ഇതിൽ. ഇപ്പോൾ 2 എത്ര എലമെൻറ്റ് ഉണ്ട് എന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ 8 കിട്ടും. അപ്പോൾ 8 സബ്സെറ്റ് ഉണ്ട് ഇതിൽ. ഈ ഒരു സെറ്റിൽ നമുക്ക് 8 സബ്സെറ്റിന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇതാണ് പവർ സെറ്റ്. ഇപ്പം നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെറ്റ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? എം ടി സെറ്റ്, സിംഗിൾട്ടൺ സെറ്റ്, ഫൈനൈറ്റ് സെറ്റ്, ഇൻഫൈനൈറ്റ് സെറ്റ്, പിന്നെ സബ്സെറ്റ്, പ്രോപ്പർ സബ്സെറ്റ്, പിന്നെ ഈക്വൽ സെറ്റ്, പിന്നെ യൂണിവേഴ്സൽ സെറ്റ്, പിന്നെ നമ്മുടെ പവർ സെറ്റ്. ഇത്രയൊക്കെ പഠിച്ചു. ഓരോന്ന് എന്താണെന്നൊക്കെ നോക്കുക, ഡീറ്റെയിൽ ആയിട്ട് നോക്കി നോക്കുക കേട്ടോ. അതിൻ്റെ എക്സാമ്പിൾ എങ്ങനെ വരുന്നു എന്നുള്ളത് നോക്കുക, എങ്ങനെ അതിനെ ഡിനോട്ട് ചെയ്യും എന്നുള്ളത് നോക്കുക. അപ്പോൾ ഒരു സെറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവണം ഇത് എം ടി സെറ്റാണോ, സിംഗിൾട്ടൺ സെറ്റാണോ, ഫൈനൈറ്റ് സെറ്റാണോ എന്നുള്ള കാര്യം അറിയണം. പിന്നെ സബ്സെറ്റ്, പ്രോപ്പർ സബ്സെറ്റ്, ഇതൊക്കെ നിങ്ങൾ നോക്കി നോക്കുക കേട്ടോ. പിന്നെ ഈക്വൽ സെറ്റ് എങ്ങനെ വരുന്നു, അതിൽ ഞാൻ നോട്ട് 2-3 നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, നോട്ട് എന്ന് പറഞ്ഞിട്ട് താഴെ കൊടുത്തിരിക്കുന്നത്, അത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി കേട്ടോ. നോക്കി നോക്കും. നിങ്ങൾക്ക് തീരെ മനസ്സിലാവില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തുതരാം കേട്ടോ. അത്രയും നിങ്ങൾക്ക് ബേസിക്സ് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളായിരുന്നു. ഇനി അതേപോലെ സം സ്പെഷ്യൽ സെറ്റ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണം. ഇപ്പോൾ സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് അതിന് ഡിനോട്ട് ചെയ്യുക, ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ Z എന്ന് പറയുന്നതിന് നമ്മൾ സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സിനെ സൂചിപ്പിക്കുന്നു. -∞ തൊട്ട് +∞ വരെയാണ് വരുന്നത്. അതാണ് ഈ രീതിക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ. Z+ എന്ന് പറയുകയാണെങ്കിൽ സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് 1 2 3 4 എന്ന് കൊണ്ട് കൊടുക്കുന്നു. Z- എന്ന് പറയുകയാണെങ്കിൽ സെറ്റ് ഓഫ് ഓൾ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് -∞ തൊട്ട് ഇങ്ങോട്ട് വരും കേട്ടോ. പിന്നെ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറാണ്. 1 2 3 4 എന്ന് പറഞ്ഞ് +∞ വരെ വരും. പിന്നെ Q എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സാണ്. റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ A/B ഫോമിൽ വരുന്നതാണ്. അതിൽ B എന്ന് പറയുന്നത് ≠0 ആയിരിക്കും. പിന്നെ അതേപോലെ Q+ എന്ന് പറയുന്നത് എന്താ, പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് ആയിരിക്കും. പിന്നെ Q* എന്ന് പറയുന്നത് non-zero റാഷണൽ നമ്പേഴ്സ് ആണ്. പിന്നെ അതേപോലെ R എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. R+ എന്ന് പറയുന്നത് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് ആണ്. R* എന്ന് പറയുന്നത് non-zero റിയൽ നമ്പേഴ്സ് ആണ്. പിന്നെ C എന്ന് പറയുന്നത് സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്. കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ, X + YI എന്ന് പറയുന്ന ഫോമിൽ വരുന്നതാണ് കോംപ്ലക്സ് നമ്പേഴ്സ്. I² എന്ന് പറയുന്നത് -1 ആണ്. I എന്ന് പറയുന്നത് √-1 ആണ്. അപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സ്, സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സിന് C ആണ് റെപ്രസെൻറ്റ് ചെയ്യുക. C* എന്ന് പറയുമ്പോൾ എന്താ, സെറ്റ് ഓഫ് non-zero കോംപ്ലക്സ് നമ്പേഴ്സ്. ഓക്കെ, ഇപ്പോൾ ഏതൊക്കെയാണ് സെറ്റ്സ്, എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ. ഇനി നമുക്ക് കുറച്ച് ഇൻ്റർവെൽസ്, എങ്ങനെയാണ് ഇൻ്റർവെൽസിനെ സൂചിപ്പിക്കുക എന്നുള്ള കാര്യം നോക്കാം. ജസ്റ്റ് ബേസിക്സ് ആയിട്ടുള്ള കാര്യം കേട്ടോ. ഇതൊന്നും എക്സാമിന് വരില്ലേ, ഈ ഒരു ഇൻ്റർവെൽസിൻ്റെ കാര്യങ്ങളൊന്നും വരില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു മാത്തമാറ്റിക്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു പഠിത്തം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയണം. അപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവെൽ എന്താണ്, ഓപ്പൺ ഇൻ്റർവെൽ എന്താണ്, ഹാഫ് ഓപ്പൺ ഇൻ്റർവെൽ എന്താണെന്നൊക്കെയാണ് പറയുന്നത്. ക്ലോസ്ഡ് ഇൻ്റർവെൽ എന്ന് പറയുമ്പോൾ നോക്കി നോക്കൂ, ക്ലോസ്ഡ് ഇൻ്റർവെൽ ഓഫ് A, B, ഇന്നിപ്പോൾ 1, 5 ആ രീതിക്കൊക്കെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ X belongs to R such that A <= X <= B. അതായത് എയും ബിയും ഈ ഒരു എലമെൻറ്റ്സിൽ ഇൻക്ലൂഡഡ് ആണ് എന്നാണ് അർത്ഥം. അതായത് ക്ലോസ്ഡ് ഇൻ്റർവെൽ ഓഫ് 1, 5 എന്ന് പറയുകയാണെങ്കിൽ 1 2 3 4 5 ഇത് 5ഉം പെടും. അതായത് 1ഉം ഇൻക്ലൂഡ് ചെയ്യും, അതേപോലെ 5ഉം അതിൽ ഇൻക്ലൂഡ് ചെയ്യും. ഇനി അടുത്ത് ഓപ്പൺ ഇൻ്റർവെൽ ഓഫ് A, B എന്ന് പറയുകയാണെങ്കിൽ 1ഉം 5ഉം അതിൽ ഇൻക്ലൂഡ് ചെയ്യില്ല ആ എലമെൻറ്റ്സിൽ. 2 3 4 എന്ന് മാത്രമേ അതിലുണ്ടായിരിക്കുള്ളൂ. ഹാഫ് ഓപ്പൺ ഇൻ്റർവെൽ ആണെങ്കിൽ എന്താ, ഓപ്പൺ ഇൻ്റർവെൽ A, B ക്ലോസ്ഡ് ഇൻ്റർവെൽ ഈ രീതിക്കാണ് വരുന്നതെങ്കിൽ എന്താ, A < X <= B എന്ന് വരും. അപ്പോൾ 1 അതിൽ ഇൻക്ലൂഡ് ചെയ്യില്ല, 2 3 4 5 എന്ന് വരും. ഇനി ഇങ്ങനെയാണെങ്കിലോ, ക്ലോസ്ഡ് ഇൻ്റർവെൽ ഫസ്റ്റാണ് വരുന്നതെങ്കിൽ 1 അതിൽ ഇൻക്ലൂഡ് ചെയ്യും, 5 ഇൻക്ലൂഡ് ചെയ്യില്ല, 1 2 3 4 വരെ ആയിരിക്കും വരിക. അപ്പോൾ ഇങ്ങനെയാണ് ഇൻ്റർവെൽസിൻ്റെ രീതി വരുന്നത്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ നോട്ടിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ബേസിക്സ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതൊക്കെ നോട്ടിൽ എഴുതി വെക്കണം, കറക്റ്റായിട്ട് എഴുതി മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇതിന് ശേഷം നിങ്ങൾക്ക് സെറ്റ് ഓപ്പറേഷൻസ് ഒക്കെ പഠിക്കാനുണ്ട്, പിന്നെ കുറച്ച് പ്രൂഫ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. അപ്പോൾ ഇതുവരെ ബേസിക്സ് ആയിട്ട്, അത്രയും ബേസിക് ആയിട്ട് നിങ്ങൾ +2 ഡിഗ്രിക്കൊക്കെ പഠിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വെക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.